അപ്പം ഇതാണ് ചുവന്ന ഇഞ്ചി. അപ്പോൾ ചുവന്ന ഇഞ്ചി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നല്ല പുറം ഭാഗമൊക്കെ നല്ല റെഡ് കളറായിരിക്കുള്ളൂ. നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഇഞ്ചിയാണ് കേട്ടോ ചുവന്ന ഇഞ്ചി എന്ന് പറഞ്ഞാൽ. നമുക്ക് പിന്നെ കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ പനി, ചുമ, ജലദോഷമൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു കഷ്ണം ചതച്ചിട്ടിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാനും വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ചുവന്ന ഇഞ്ചി. പിന്നെ ചുവന്ന ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 മാസമൊക്കെ മതി വിളവെടുക്കാനായിട്ട്. നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാം. അങ്ങനെ സീസണൊന്നുമില്ല ചുവന്ന ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നടണത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട, നമ്മൾ ഇതേപോലെ ഒരു ചെറിയ പീസ് നട്ട് കൊടുത്താൽ മതി. നമുക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുക. അടിയിൽ ചാണകപ്പൊടി, എല്ലുപൊടി, അതേപോലെ തന്നെ പച്ചില വളങ്ങളോ മണ്ണൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നിറച്ചിട്ട് നമുക്ക് ഇഞ്ചിയുടെ പീസ് നട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു 2 പ്രാവശ്യം കൂടെ. നന്നായിട്ട് തന്നെ നമുക്ക് വിളവ് കിട്ടണ ഇഞ്ചിയാണ് ചുവന്ന ഇഞ്ചി. അപ്പോൾ ചുവന്ന ഇഞ്ചിയൊക്കെ നമുക്ക് കടകളിൽ നിന്നൊന്നും മേടിക്കാൻ കിട്ടൂല. നമുക്ക് വളരെ റെയറായിട്ടുള്ള ഇഞ്ചിയാണ് ചുവന്ന ഇഞ്ചി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ കറിക്കും എല്ലാത്തിനും ഉപയോഗിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഔഷധ ഗുണവും കൂടിയ ഇഞ്ചിയാണ് ഈ ചുവന്ന ഇഞ്ചി. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും തന്നെയില്ല. സാധാരണ നമ്മുടെ ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞാൽ അഴുകൽ രോഗങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷേ ചുവന്ന ഇഞ്ചിക്ക് പൊതുവെ രോഗങ്ങളൊക്കെ കുറഞ്ഞ ഇഞ്ചിയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയൊരു ഇഞ്ചിയാണ്. അപ്പോൾ നമുക്ക് താഴെ സ്ഥലമുള്ളവർക്ക് താഴെയൊക്കെ നടാം. പക്ഷേ നമുക്കിത് അധികമായിട്ടൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടൂല. നമുക്ക് ഇപ്പോൾ അധികമായിട്ടിപ്പോൾ ഒരു കിലോ 2 കിലോ ഒന്നുമായിട്ട് നമുക്ക് ഇവിടെ നിന്നും ഇഞ്ചി മേടിക്കാൻ കിട്ടൂല. നമുക്ക് വളരെ കുറഞ്ഞ ഈ 2 എണ്ണം 3 എണ്ണം അങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടുള്ളൂ. അപ്പം അതേപോലെ കൃഷി ചെയ്ത് കൂടുതലാക്കി ഉണ്ടാക്കി എടുത്തിട്ട് വേണം നമുക്കിത് കൃഷി ചെയ്യാനായിട്ട്. ഇഞ്ചിയുടെ ഇലകളൊക്കെ നമ്മുടെ സാധാ ഇഞ്ചിയുടെ ഇലകളൊക്കെ പോലെ തന്നെയാണ് ഇരിക്കണത്. കണ്ട, സാധാ ഇഞ്ചി പോലെ തന്നെയാണ് ഇലകളൊക്കെ ഇരിക്കണത്. തിരിച്ചറിയണ കണ്ട, ഇതേപോലെ റെഡ് കളറായിരിക്കുള്ളൂ പുറം ഭാഗമൊക്കെ. ഉള്ളിൽ നല്ല മഞ്ഞ കളറാണ് കേട്ടോ ഈ ചുവന്ന ഇഞ്ചിയുടെ ഉൾഭാഗം. കണ്ട, നല്ല യെല്ലോ കളറാണ്. കണ്ട, നല്ല യെല്ലോ കളറാണ്. നമ്മുടെ സാധാ ഇഞ്ചിയുടെ ഉൾഭാഗം പോലെയല്ല ഈ ചുവന്ന ഇഞ്ചിയുടെ ഉൾഭാഗം ഇരിക്കണത്. അപ്പോൾ നമുക്കിപ്പോൾ ഇഞ്ചിയൊക്കെ നടേണ്ട ഒരു സമയമാണല്ലോ. നമുക്ക് അങ്ങനെ ഈ ചുവന്ന ഇഞ്ചിക്ക് ഞാൻ പറയല്ല പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. നമുക്ക് എപ്പോൾ വിളവെടുക്കണം അപ്പോൾ നമുക്ക് നട്ടുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് ചുവന്ന ഇഞ്ചി നടണതാണ് നല്ലത്. നല്ല എരിവും മണവും ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഭയങ്കര സ്മെല്ലാണ് ഈ ഇഞ്ചിക്ക്. ശരിക്കും പറഞ്ഞാൽ ചെടിയുടെ അരികത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അപ്പം നമുക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ്. അപ്പോൾ ചുവന്ന ഇഞ്ചിയുടെ വിത്തൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ചുവന്ന ഇഞ്ചിയുടെ വിത്തൊക്കെ എല്ലാവരും മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.